നമസ്കാരം. വെൽക്കം ടു മൂവി ട്രക്ക്. അപ്പൊ ഇന്നത്തെ വിഷയം കരയാണ്. പോർത്തുഴലിന് ശേഷം വിഘ്നേഷ് രാജ കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് കര. ധനുഷ്, മമിത ബൈജു, പിന്നെ KS രവികുമാർ, കരുണാസ്, പിന്നെ ജയറാം, നമ്മുടെ സുരാജേട്ടൻ, സുരാജ് വെഞ്ഞാറമൂട് മുതലായവരൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ പടത്തിന്റെ ഒരു ഫസ്റ്റ് തോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കള്ളനായിരുന്ന ഒരു മകൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നതും അച്ഛൻ്റെ അടുത്ത് നിന്ന് അച്ഛൻ്റെ കുറച്ച് കാശ് മോഷ്ടിച്ച് കടന്നു കളയാണ് ആള്. പിന്നീട് കറങ്ങിത്തിരിഞ്ഞ് രക്ഷപ്പെടാതെ അച്ഛൻ്റെ അടുത്ത് തിരിച്ചെത്തുന്നതും ആൾക്ക് വരുന്നതിനൊരു ലക്ഷ്യമുണ്ട്. പക്ഷേ അച്ഛൻ ആളെ പിടിച്ചു നിർത്താൻ നോക്കുന്നതും പിന്നീട് ഈ അച്ഛൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് മകൻ അച്ഛൻ്റെ ആഗ്രഹങ്ങൾ, അതായത് അന്ത്യാഭിലാഷം പോലെ അച്ഛൻ മരിക്കും, അച്ഛൻ്റെ അന്ത്യാഭിലാഷം നടത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു മകൻ. ഇങ്ങനെയാണ് ഈ സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ടർ ഒരു ഒരു കർണൻ സ്റ്റൈലൊക്കെ നോക്കിയിട്ടുണ്ട് മൂപ്പര്. കർണൻ ഒരു ആ പഴയ ഒരു നാട്ടിൻപുറവും കുറച്ച് കഷ്ടപ്പാടുകളും അങ്ങനെയൊക്കെ കൂടുതലായിട്ടും കാണിക്കാനായിട്ട് ഡയറക്ടർ ശ്രമിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. മെയിനായിട്ട് ഈ പടത്തിലെ വില്ലനായിട്ട് വരുന്നത് ബാങ്കുകളാണ്. ബാങ്ക് ലോൺ എടുത്തിട്ട് കഷ്ടപ്പെടുന്ന എന്താ പറയാ വ്യവസായികള്, കർഷകരെ കുറിച്ച്. അപ്പൊ അതാണ് ഈ പടത്തിൽ മെൻഷൻ ചെയ്യുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് ബാങ്കുകൾ കടം കൊടുത്തിട്ട് ഇവരെ പറ്റിക്കുന്നതും പിന്നീട് അത് തിരിച്ചു പിടിക്കാനായിട്ട് മകൻ ശ്രമിക്കുന്നതും ആകെ കുഴഞ്ഞ ഒരു സെറ്റപ്പില്ല. പല പടങ്ങളും ഇതേ കഥ വെച്ചിട്ട് വന്നിട്ടുണ്ട്. ബാങ്ക് ചതിക്കുന്നു, ബാങ്കിന് തിരിച്ച് പണി കൊടുക്കുന്ന നായകൻ, അതിനകത്തൊരു വില്ലൻ ഉണ്ടാവും, അയാളായിരിക്കും ഈ ബാങ്കിന്റെ തലപ്പത്തിരിക്കുന്നത്, അയാൾക്കിട്ട് പണി കൊടുക്കുന്ന നായകൻ. ഇതൊക്കെ വെച്ചിട്ട് ഈ സെയിം ടെംപ്ലേറ്റിൽ തന്നെ ഇഷ്ടം പോലെ സിനിമകൾ ഇറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് ഈ പടം തരുന്നത് നമുക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എഴുതി സ്ഥിരം കണ്ട ഒരു ക്ലീശേ സാധനം തന്നെ. ഒരു വെറൈറ്റിയും നമുക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടുന്നില്ല, സിനിമയിൽ നിന്നോ ഈ ഒരു സ്ക്രിപ്റ്റിൽ നിന്നോ കിട്ടുന്നില്ല. ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഒരു പടം തുടങ്ങിയ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ചെറിയൊരു ഇൻസിഡന്റ് നടക്കുന്നുണ്ട്. അത് കുറച്ച് എൻഗേജിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു അരമുക്കാൽ മണിക്കൂർ നേരം ഫ്ലാറ്റ് ആയിട്ടാണ് പോകുന്നത്. ഈ ഡയറക്ടറിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഡയറക്ടർ പറയാൻ ശ്രമിക്കുന്നത് ഈ പടത്തിന്റെ കോർ തീമാണ്. പക്ഷേ അത് നമുക്ക് ഒട്ടും എന്താ പറയാ അങ്ങോട്ട് ദഹിക്കുന്നില്ല. തമിഴന്മാർക്ക് ചിലപ്പോൾ ദഹിക്കുമായിരിക്കും, പക്ഷെ നമുക്ക് കണ്ട് മടുത്ത സാധനം, അത്രയും പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു സുഖമില്ലാത്ത ധനുഷ് ആസ് യൂഷ്വൽ പഴയ പോലെ തന്നെ. എന്താ പറയാ, പുള്ളിയുടെ ഒരു ടോപ്പ് എന്ന് പറയാനായിട്ടുള്ള 2-3 പടങ്ങളുണ്ടല്ലോ. അസുരൻ ഉണ്ട്, പിന്നെ മൂപ്പർക്ക് അവാർഡ് കിട്ടിയ പടം ഉണ്ടല്ലോ വെട്രിമാരന്റെ, ആ പടം, ഡയറക്ടർ സെയിം തന്നെ, ആ പടമുണ്ട്. അതിനേക്കാളും തൊട്ട് താഴെയാണ് കർണൻ വരുന്നത്. കർണനേക്കാളും താഴെയാണ് ഈ പടം വരുന്നത്. അതേ ടെംപ്ലേറ്റ്, അതേ സ്റ്റൈലിങ്. പടം നടക്കുന്നത് 90കളിലാണെന്ന് മാത്രമാണ് ഒരു വ്യത്യാസമുള്ളത്. ഈ സിനിമ നടക്കുന്നത് 90കളിലാണ്. അന്നത്തെ കാലഘട്ടം, അന്നത്തെ ആളുകള്, അന്നത്തെ അവസ്ഥകള്, അന്നത്തെ ജീവിതം, അവരുടെ എങ്ങനെയായിരുന്നു കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരുന്നത്, എങ്ങനെയായിരുന്നു കഷ്ടപ്പെട്ടിരുന്നത് കർഷകര്, അവരെങ്ങനെയാണ് ബാങ്കുകാര് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അതായത് ലോൺ തരാം, നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം, നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ വാങ്ങിച്ച് നിങ്ങളെ കൃഷി രക്ഷപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞിട്ട് ബാങ്കുകൾ ഇവരെ പറ്റിച്ച് ലോൺ എടുക്കുന്നു, ഇവരുടെ ആധാരം കയ്യിൽ വെക്കുന്നു, എന്നിട്ട് അത് തരാതെ പലിശ അങ്ങനെ പറ്റിക്കുന്ന ഒരു ലോൺ കമ്പനി അല്ലെങ്കിൽ ഒരു ബാങ്ക്, അതിനെ ചുറ്റിപ്പറ്റിയിട്ട് നടക്കുന്ന ഇഷ്യൂസും കാര്യങ്ങളും. ഇതിനകത്ത് ബാങ്കിന്റെ തലപ്പത്ത് ഒബ്വിയസ്ലി ജയറാമിനെയാണ് വില്ലനായിട്ട് കാണിക്കുന്നത്. അയ്യോ, ഒരു ഒരു പഞ്ചില്ലാത്തൊരു വില്ലൻ. അയ്യോ, ജയറാമിന് ക്യാരക്ടർ കൊടുത്തതോ അതൊന്നും അല്ല, നമുക്കൊരു പഞ്ച് കിട്ടുന്നില്ല. ആ സ്ക്രീൻ പ്ലേ ഭയങ്കര ഫ്ലാറ്റാ. നമുക്ക് അങ്ങോട്ട് ഈ ഇങ്ങനത്തെ സിനിമകളൊക്കെ കണ്ട് 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 നമുക്കൊരു
മടുപ്പ് വരുമല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥ പോലെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പകുതി മുക്കാലും സെറ്റാണ്. ആ സിനിമയിൽ ഒരു കുറേ സീനുകൾ സെറ്റ് ഇട്ടേക്കാണ്. പക്കാ സെറ്റാന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ സ്പെഷ്യൽ ചബ്ബീസിൽ കണ്ട ബാങ്ക് തന്നെയാണെന്ന് തോന്നുന്നു ഇവര് വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നത് റാമോജി ആയിരിക്കണം. റാമോജിയോ മറ്റോ. ഈ സെയിം സാധനം തന്നെ കാണുമ്പോൾ നമുക്കൊരു ഒരു 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 ശോകം ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. പിന്നെ ആക്ടേഴ്സിന്റെ കാര്യം, ഇതിനകത്ത് മൊത്തം മലയാളികളാണ്. മലയാളികളുടെ ഇടിയാണ് സിനിമയിൽ. മമിത ബൈജു, സുരാജ്, പിന്നെ മറ്റേ ധനുഷിന്റെ അമ്മയായിട്ട് വന്നിട്ടുള്ള ക്യാരക്ടർ, പിന്നെ നമ്മുടെ അയ്യോ മസില്, അയ്യോ മൂപ്പരെ പേര് മറന്നുപോയി. ഈ അങ്ങനെ ഒരാളുണ്ട് അതിനകത്ത്. പുള്ളി വെറുതെയാണ്, ആകെ ഒരു കുറച്ച് നേരം ഉള്ളൂ. കുറച്ചു നേരം കുറച്ച് മണ്ടത്തരം കാണിക്കുന്നു, പിന്നെ പുള്ളി വിട്ടുപോകണം. പിന്നെ ജയറാം, ഇവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോളുകളുണ്ട്, പക്ഷെ അങ്ങോട്ട് പെർഫോമൻസിന് പറ്റിയ ഒന്നുമില്ല. ആകെ പെർഫോം ചെയ്യുന്നത് ധനുഷ് പെർഫോം ചെയ്യുന്നുണ്ട്, സുരാജ് പെർഫോം ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരും മാത്രമേ നമുക്ക് ഒരു ബെറ്റർ പെർഫോമൻസ് അവരങ്ങോട്ട് കൊടുക്കാണ്. അത് മാത്രമേ നമുക്ക് സ്ക്രീനിൽ എഫക്ട് ചെയ്യുന്നുള്ളൂ. ജയറാമിന്റെ പെർഫോമൻസ് ഫ്ലാറ്റാണ്. അങ്ങേര് വമ്പൻ ആക്ടറാണ്. പക്ഷെ പുള്ളിക്ക് പെർഫോം ചെയ്യാനുള്ളൊരു കാസ്റ്റ് അല്ല ഇത്, ഒരു ക്യാരക്ടർ അല്ല ഇത്. മമിതയ്ക്ക് വളരെ ചുരുക്കം സീനുകളാണ്. പക്ഷെ കുഴപ്പമില്ല, അവർ ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ നമുക്കതൊരു പെർഫോം ചെയ്യാനുള്ള ഒരു സുഖമില്ല. മമിതയുടെ ക്യാരക്ടർ വേറെ ആർക്ക് കൊടുത്താലും ഇതുപോലെ തന്നെ ചെയ്യും, ഒരു വ്യത്യാസമില്ല. കുറച്ച് സീനുകൾ വരുന്നു, ധനുഷിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് മമിതേനെ ജസ്റ്റ് ഒരു സൈഡ് ക്യാരക്ടറായിട്ട് വെച്ചേക്കുന്നു. അതിൽ കൂടുതലായിട്ട് ഒന്നും ചെയ്യാനില്ല. പിന്നെ വരുന്നത് കെ എസ് രവികുമാർ ഒരു പ്രോസ്തെറ്റിക് വെച്ചിട്ടുണ്ട്. മൂപ്പർക്ക് ആ പ്രോസ്തെറ്റിക് ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്ത് ബോറാണത്, ഭയങ്കര ശോകം, അത് വളരെ ഫ്ലാറ്റ്. പിന്നെ കരുണാസിന്റെ ക്യാരക്ടറും കുറെ നാളുകൾക്ക് ശേഷമാണ് മൂപ്പര് തിരിച്ചു വരുന്നത്, അത് ഓക്കെ. പക്ഷേ മൂപ്പർക്കും ഒന്നും ചെയ്യാനില്ലെന്നേ, അതാണ് സങ്കടം വല്ലത്. ഈ മനുഷ്യനാണ് പോർത്തൊഴിൽ എഴുതിയെന്നൊക്കെ പറയുമ്പോ നമുക്ക് പോർത്തൊഴിലിന്റെ കുറെ ഭാഗങ്ങളിൽ കുറച്ച് വലിക്കലുണ്ട്, എങ്കിൽ പോലും നല്ലൊരു ക്രൈം ഡ്രാമ ആയിരുന്നു പോർത്തൊഴിൽ. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിരുന്നു ആക്ച്വലി. പക്ഷേ ഇത് വളരെ ഫ്ലാറ്റ് ആയി പോയി വിഘ്നേഷിനായിരുന്നു. അയ്യോ, ഒരു എന്താ പറയാ, വിഘ്നേഷ് രാജ ഇത് പോരാ, അങ്ങോട്ട് ഏശനില്ല. കര എന്ന് പറയുന്നത് നമുക്ക് കരാന്നാണോ കാരാന്നാണോ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. ശരിക്കും ധനുഷിന്റെ ചെല്ലപ്പേരാണ്, കരസ്വാമി എന്നാണ് മൂപ്പര ചെല്ലപ്പേര്. അത് കര എന്ന് പറഞ്ഞ് ഇട്ടേക്കണം, അത്രേ ഉള്ളൂ. വലിയ ആനയും ചേനയും ഒരു തേങ്ങയില്ല അതിനകത്ത്. വെറുതെ ഒരു എന്താ പറയാ, നമുക്ക് ഒരു OTT വാച്ചേ പറയാൻ പറ്റുള്ളൂ. OTT വാച്ചും ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആന്നേ. അത്രയും ഈ കഥയൊക്കെ പറയുമ്പോൾ ഭയങ്കര സെറ്റപ്പ് ആയിട്ട് തോന്നും, പക്ഷെ അത് എക്സിക്യൂഷൻ വന്നപ്പോ ഭയങ്കര മോശം. നമുക്ക് ഒരു വളരെ ഫ്ലാറ്റ് ആയി പോയി. വളരെ ഫ്ലാറ്റ് എന്ന് വെച്ചാൽ വളരെ ഫ്ലാറ്റ് ആയി പോയി. നമുക്ക് ഒട്ടും പറയാനില്ല. ആക്ഷൻ സീക്വൻസുകൾ ഭയങ്കര മോശം. എന്റെ പൊന്നോ, ഭയങ്കര മോശം. കുറെ ഹൈ മൊമെന്റുകൾ ഇവർ തരാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആ ഹൈ മൊമെന്റ്സ് ഒന്നും അങ്ങോട്ട് എഫക്ട് ചെയ്യുന്നില്ലെന്നേ, ഒരു പഞ്ചില്ല. കാരണം ഇതുപോലത്തെ സിനിമകളിൽ ധനുഷ് ഇതിനേക്കാളും വമ്പൻ പഞ്ച് ചെയ്തിട്ടുണ്ട് ഹൈ മൊമെന്റുകൾ. അത് വെച്ച് ഇത് കമ്പയർ ചെയ്യും, ഒബ്വിയസ്ലി കമ്പയർ ചെയ്യും. കാരണം നാട്ടിൻപുറത്തെ സ്റ്റൈലും നാട്ടിൻപുറ സെറ്റപ്പും 90കളുടെ കഥ എന്നൊക്കെ പറയുമ്പോൾ ഇതേ സാധനം ധനുഷ് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് എല്ലാവരും ഓട്ടോമാറ്റിക്കലി കമ്പയർ ചെയ്യും. പക്ഷെ അതിനുള്ളൊരു ഒരു ഒരു പിടുത്തം കിട്ടുന്നില്ല പടത്തിന്. അതാണ് ഒരു ഡിസപ്പോയിന്റ്. എന്നെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു പടം കണ്ടിട്ട്. നിങ്ങൾക്കൊരു തിയേറ്റർ വാച്ച് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല എനിക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു OTT വാച്ച് റെക്കമെൻഡ് ചെയ്യാം ആക്ച്വലി. ഇനിയിപ്പോ അടുത്ത് തന്നെ വരാൻ സാധ്യതയുണ്ട്. ഒട്ടും റീച്ചിലുണ്ടായി പോയി. ഭയങ്കര ഫ്ലാറ്റ് ആയി പോയി. അതിൽ ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഇതൊക്കെയാണ് കരയിനെ കുറിച്ചിട്ടുള്ള എന്റെ അഭിപ്രായം. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റു പല അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.
ഇത്രയുമാണ് കരയുടെ എൻ്റെ റിവ്യൂ. താങ്ക് യു.